പാർലമെന്റ് അംഗങ്ങളായ രണ്ടുപേർ പാർലമെന്റിൽ ചോദ്യം ചോദിക്കുന്നു, മറുപടി ലഭിക്കുന്നു PM ശ്രീ പദ്ധതിയെക്കുറിച്ച്. ഒരാൾ കോൺഗ്രസ് നേതാവാണ്, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ. മറ്റൊരാൾ മുസ്ലിം ലീഗിന്റെ നേതാവാണ് PV അബ്ദുൽ വഹാബ്. രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിന് ലഭിച്ച മറുപടിയുണ്ട്. ആ മറുപടിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ജബി മേത്തറുടെ മറുപടി വാർത്ത വന്നിരുന്നു. കേരളം PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു നയാ പൈസ പോലും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടി. ഇന്നിതാ അതിനേക്കാളും കുറച്ചുകൂടി വ്യക്തമായി കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടിയാണ്. മറുപടി പ്രേക്ഷകർക്ക് കാണാം. വേണമെങ്കിൽ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാം. പിന്മാറിയാൽ എന്താണ് സംഭവിക്കുക? PM ശ്രീ പദ്ധതി പ്രകാരം ലഭിക്കുമായിരുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. അത്രമാത്രം, മറ്റൊരു ആനുകൂല്യവും തടഞ്ഞു വെക്കില്ല എന്ന് വ്യക്തമായും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ പറയുന്നു. ആ മറുപടിയുടെ അവസാന ഭാഗം ഇങ്ങനെയാണ്: Therefore, the states that do not sign the MOU or withdraw from the scheme stand to miss out these benefits of PM ശ്രീ schemes എന്ന്. അതോടൊപ്പം PV അബ്ദുൽ വഹാബ് ചോദിച്ച മറ്റൊരു ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് പണം കൈപ്പറ്റിയത് എന്ന്. അതിൽ 2 സംസ്ഥാനങ്ങളില്ല. 36 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ വാങ്ങിയ പണത്തിൻ്റെ കണക്ക് ഓരോ സാമ്പത്തിക വർഷവും ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായും മറുപടിയോടൊപ്പം ചേർത്ത് നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. 2023-24, 2024-25, 2025-26, 2026-27 ഇതിൽ എവിടെയും 2 സംസ്ഥാനങ്ങളുടെ പേരില്ല. 1 തമിഴ്നാട്, 2 കേരളം. പിന്നെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ തുക കൈപ്പറ്റി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങി എന്ന് മന്ത്രിമാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്നും പറഞ്ഞു രമേശ് ചെന്നിത്തല, മന്ത്രിമാർ ഒപ്പിട്ട് കഴിഞ്ഞു, ഒപ്പിട്ട് പണം പറ്റിയിട്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളുടെ തലയിലിടാൻ നോക്കേണ്ട എന്നാണ് പറയുന്നത്. ഒപ്പിട്ടിരുന്നു LDF സർക്കാർ, പിൻവാങ്ങിയിരുന്നു LDF സർക്കാർ. ഞങ്ങൾ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. അത് ചെയ്യാമെന്നാണ് ജയന്ത് ചൗധരി, വിദ്യാഭ്യാസ സഹമന്ത്രി, പാർലമെന്റിൽ PV അബ്ദുൽ വഹാബിന് നൽകിയ മറുപടിയിൽ പറയുന്നത്. പക്ഷേ എന്ത് സംഭവിക്കും? PM ശ്രീ പദ്ധതി പ്രകാരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന് വ്യക്തമായും പറഞ്ഞു വെക്കുന്നു. എന്ന് വെച്ചാൽ കേരളം പണം വാങ്ങി എന്ന UDFന്റെ ആരോപണത്തിന് കേന്ദ്രമന്ത്രിമാർ മറുപടി നൽകുന്നു. പണം വാങ്ങിയിട്ടില്ല, PM ശ്രീ പദ്ധതി പ്രകാരം ഒരു നയാ പൈസ വാങ്ങിയിട്ടില്ല എന്ന്. വേണമെങ്കിൽ പിൻവാങ്ങാം, അതിലും തടസ്സമില്ല. ഒപ്പിടാതിരിക്കാം, പിൻവാങ്ങാം ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്നുകൂടി പറയുന്നു കേന്ദ്ര സർക്കാർ. എന്ന് വെച്ചാൽ PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് വിളിച്ചു പറയുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. 2 MPമാർക്ക്, UDFന്റെ MPമാർക്ക് നൽകിയ മറുപടിയിലൂടെ. അതിലൊരാൾ കോൺഗ്രസ് ആണ്, മറ്റൊരാൾ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിയെ ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. N ഷംസുദ്ദീനാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. മുസ്ലിം ലീഗിന്റെ മന്ത്രി. ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം ലീഗിന്റെ അണികളോട് ഈ നേതാക്കൾ എന്ത് മറുപടി പറയും? അവരെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്. അവരോട് പറഞ്ഞത് LDF ഒപ്പിട്ടു, BJPയും CPMഉം തമ്മിലുള്ള രഹസ്യധാരണയാണ്. സംസ്ഥാനം ഭരിക്കുന്നത് മുണ്ടുടുത്ത മോദിയാണ്, BJPയുടെ B ടീമാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. ഒരു തലമുറയെ തന്നെ നശിപ്പിക്കും. BJPയുടെ സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞു നടന്നത്? ഇപ്പോഴെന്തേ മിണ്ടുന്നില്ലേ? കേന്ദ്ര സർക്കാർ പറഞ്ഞു നിങ്ങൾ പിൻവാങ്ങിക്കോ, യാതൊരു തെറ്റുമില്ല, പക്ഷെ നിങ്ങൾക്ക് PM ശ്രീ പ്രകാരമുള്ള പണം ലഭിക്കില്ല എന്നാണ്. എന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും UDF നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പദ്ധതിയിൽ നിന്ന് ഇനി പിന്മാറാൻ കഴിയില്ല എന്നാണ്. മറ്റൊരു കാര്യം UDF നേതാക്കൾ പറയുന്നത് പദ്ധതി നടപ്പാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്നാണ്. ഇതാ PV അബ്ദുൽ വഹാബിന് നൽകിയ മറുപടിയിൽ അക്കാര്യത്തിലും വ്യക്തത വരുത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ഏത് വിദ്യാലയത്തിലാണോ PM ശ്രീ നടപ്പാക്കുന്നത്, ഏത് വിദ്യാലയമാണോ PM ശ്രീ പ്രകാരം ഏറ്റെടുക്കുന്നത്, ആ വിദ്യാലയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള സിലബസുകൾ പഠിപ്പിക്കേണ്ടി വരും. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സിലബസുകൾ പഠിപ്പിക്കില്ല. സംസ്ഥാനത്തിൻ്റെ സിലബസ് മാത്രമാണ് പഠിപ്പിക്കുക. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിനോട് ഇളവ് തേടും. ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊന്നും നടക്കില്ല.
PM ശ്രീ പദ്ധതി പ്രകാരം ഏറ്റെടുക്കുന്ന വിദ്യാലയങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള സിലബസുകൾ പഠിപ്പിക്കേണ്ടി വരും എന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അപ്പോൾ BJPയുടെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങുന്നു കേരളത്തിലെ UDF സർക്കാർ മുസ്ലിം ലീഗിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് എന്ന്.